സൃഷ്ടിയെ വണങ്ങുന്നത്. മനുഷ്യനെ തോൽപ്പിക്കുന്ന ഈ പൈശാചിക ശക്തിയിൽ നിന്നും നമ്മെ കൈപിടിച്ചുയർത്തുന്ന ശക്തരായ വിശുദ്ധന്മാർ കാലാകാലങ്ങളിൽ എഴുന്നേറ്റിട്ടുണ്ട്. ആധുനിക യുഗത്തിൽ ജീവിക്കുന്നവരായ നമ്മളിൽ പലരും ഇന്നും സത്യാരാധനയിൽ നിന്നും അകലുകയാണ്. ഞങ്ങൾ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു സത്യാരാധനയുടെ മഹത്വം. ശ്രദ്ധിച്ചാലും ദൈവത്തിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ രാജാവായിരുന്ന ആഹാബ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദുഷ്ടത ചെയ്തവനായിരുന്നു. അവൻ ബാൽ ദൈവത്തെ സേവിച്ച് ജനത്തെ കഷ്ടത്തിലാക്കി. നമ്മുടെ ഭരണം ജനങ്ങൾക്ക് തൃപ്തികരമാണോ? മഹാരാജൻ, ജനങ്ങൾ സന്തുഷ്ടരാണ്. മഹാരാജൻ സന്തുഷ്ടരാണ്. നാനും സന്തുഷ്ടനാണ്. ആരുടെ രാജനർത്തകിമാർ നൃത്തം ആരംഭിക്കട്ടെ. വളരെ മനോഹരമായി മഹാരാജാവ് നീനാൾ വാഴട്ടെ. യഹോവയുടെ പ്രവാചകനായ ഏലിയാവ് എഴുന്നള്ളുന്നു താങ്കളെ മുഖം കാണുവാൻ. വന്നാലും വലിയവേ, വന്നാലും നമ്മുടെ രാജസഭയിലേക്ക്. അല്ലയോ രാജാവേ, താങ്കളുടെ ഭാര്യയായ ഇസബേലിന്റെ വാക്ക് കേട്ട് രാജ്യത്തെല്ലാം ബാലിന്റെ പൂജാഗിരികളും അശേര പ്രതിഷ്ഠകളും സ്ഥാപിച്ചിരിക്കുന്നു. ഞാൻ മൂലമോ യഹോവയുടെ ആരാധന നാളുകളായി നഷ്ടമായിരിക്കുന്നു. നമ്മുടെ ജനത്തെ നയിക്കുവാൻ ബാലല്ലേ ഉചിതം. ബാലിന്റെ ആരാധനയാണല്ലോ നമുക്ക് സമാധാന സമൃദ്ധി ലഭിച്ചത്. താങ്കൾ അനീതിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ജനത്തിനിടയിൽ കഷ്ടതയും കൊലപാതകവും പെരുകിയിരിക്കുന്നു. അത് മാത്രമല്ല, യഹോവയെ ജനം മറന്നിരിക്കുന്നു. യഹോവയുടെ പ്രവാചകന്മാരെ രാജ്യത്തെ കിങ്കരന്മാർ കൊന്നെടുക്കുന്നു. നിർത്തുകയാവേ, ഈ സമ്മതം. കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും സ്വാഭാവികം. കൊല്ലപ്പെടുന്നവർ രാജ്യദ്രോഹികളാവും. അല്ലയോ രാജാവേ, ദൈവനീതി വെളിപ്പെടുവാൻ ഈ രാജ്യത്തിലേക്ക് യഹോവയുടെ കോപം വന്നിരിക്കുന്നു. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അല്ലാതെ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. അറിയില്ല. കൃത്യമായി നടക്കുന്നു. ഐശ്വര്യവും സമാധാനവും ഉണ്ട്. അവന്മാരെ ഏലിയാവിനെ പിടിച്ചുകൊണ്ടുവരും. വരൾച്ചയും ജനങ്ങളുടെ കഷ്ടതയും. ഏലിയാവിന്റെ വെല്ലുവിളി യഹോവ ഏറ്റെടുക്കുന്നു. യഹോവ മഴ നിർത്തുന്നു. ദേശം വരൾച്ചയിൽ അകപ്പെട്ടു. ജനങ്ങൾ വേദനിക്കുന്നു. സംസാര വിഷയമായി തീരുന്നു. അങ്ങ് എന്തെങ്കിലും കൽപ്പിച്ചാലും. ഇതിനെല്ലാം കാരണം ആ ഏലിയാവ് തന്നെ. നമ്മുടെ കുഞ്ഞന്മാർ ഇതുവരെയും അവരെ പിടിച്ചെടുക്കുവാൻ സാധിച്ചു. ശാന്തരാകൂ. നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നാം മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളവും പുല്ലും ആഹാരങ്ങളും നാം നൽകുന്നതായിരിക്കും. ഇത് നമ്മുടെ രാജകൽപ്പന. ആരവിടെ? നമ്മുടെ കൊട്ടാര ഗൃഹവിചാരകനായ ഉപേക്ഷാവിനെ നമ്മെ മുഖം കാണിക്കാൻ കൽപ്പിക്കുന്നു. ഉപേക്ഷാവേ, നമ്മുടെ ജനങ്ങളുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും നാം മനസ്സിലാക്കി. അവർക്ക് ആവശ്യമുള്ള വെള്ളവും ആഹാരങ്ങളും തേടി നമുക്ക് ഇറങ്ങാം. തങ്ങൾ ഈ വഴിയെ പോയാലും നാം ഈ വഴിയെ പോകാം. മഹാരാജൻ നീനാൾ വാഴട്ടെ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. മഹാരാജാവ് വാഴട്ടെ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. ദ്രോഹം എവിടെയല്ല
അന്വേഷിച്ചു. ഒരു തുള്ളി വെള്ളവുമില്ല, പച്ച പുല്ലുമില്ല. ആ വരുന്നത് പ്രവാചകൻ ഏലിയാവല്ലേ? എന്റെ യജമാനായ ഏലിയാവോ? ഞാനിവിടെ കാത്തു നിൽക്കുന്നു. യജമാനെ, അധികം ബാല്യം മുതൽ യഹോവ ഭക്തനാകുന്നു. എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ അറിയിച്ചിട്ട് രാജാവ് എത്തുമ്പോൾ യഹോവയുടെ ആത്മാവ് അങ്ങ് എടുത്തുകൊണ്ട് പോയി വേറൊരു സ്ഥലത്താക്കി. രാജാവ് എന്നെ കൊല്ലുമല്ലോ. ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് ഇന്ന് അവനെ തന്നെ കാണിക്കുന്നത്. മഹാരാജന്റെ എഴുന്നേൽക്കുന്നു. ജനത്തെ കഷ്ടപ്പെടുത്തുന്ന ഏലിയാവേ, നീ പിന്നെയും എന്നെ ക്ഷണിപ്പാൻ വരുന്നു. നീ തന്നെയാണ് ഉത്തരവാദി. ദൈവത്തെ നീ മറന്നു. അങ്ങനെയെങ്കിൽ സത്യദീപം ആരെന്ന് നമുക്ക് തെളിയിക്കാം. ആകാശത്ത് നിന്ന് തീയിറക്കി യാഗപർവ്വതത്തെ ദഹിപ്പിക്കുന്നതിന് യഥാർത്ഥ സത്യദൈവം തെളിയിക്കാം. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ കർമ്മേൽ പർവ്വതത്തിൽ നമ്മളും എത്താം. നീയും അവിടെ വരിക. അങ്ങനെയാവട്ടെ. ആരവിടെ? കൊട്ടാര വിളംബരം നടത്തട്ടെ. ആഹാബ് രാജാവിന്റെ വിളംബരം. മാന്യ മഹാജനങ്ങളെ, മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അറിയിക്കുന്നത് നാളെ സകല ജനവും കർമ്മേൽ പർവ്വത മുകളിൽ രാവിലെ എത്തിച്ചേരേണ്ടതാണ്. യഥാർത്ഥ ദൈവം ആരെന്നുള്ള വെല്ലുവിളി യാഗാർപ്പണ ആരാധനയിലൂടെ തെളിയിക്കുന്നു. ആകാശത്തുനിന്ന് തീയിറക്കുന്ന ദൈവത്തെ തന്നെ സത്യദൈവമായി ആരാധിപ്പാൻ രാജാവ് തീർപ്പ് കൽപ്പിക്കുന്നു. ഞാൻ ഈ പ്രകൃതിയുടെ ദേവനായ പാലിന്റെ ദേവനായ ഞാൻ ഐശ്വര്യദേവതയായ അശേരയുടെ പ്രവാചകൻ. വരൂ, യാഗം തുടങ്ങാം. അവൻ ഉറങ്ങുമായിരിക്കും, ഇല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കും. നേരെ ഉച്ചയായില്ലേ, ഇതുവരെയായിട്ട് തീയിറങ്ങിയില്ലേ? ഏലിയാവേ, ഇനി താങ്കൾ യാഗമർപ്പിച്ചാലും യാഗപീഠം ക്രമീകരിക്കുന്ന പ്രവാചകൻ യാഗപീഠത്തിന് ചുറ്റും തോടുണ്ടാക്കി യാഗമൃഗത്തെ കണ്ണം കണ്ണമാക്കി വിറകിന്മേൽ വെച്ചു. 4 തൊട്ടി വെള്ളം കോരി യാഗവസ്തുവിന്മേൽ ഒഴിച്ചു. വെള്ളം ചുറ്റും ഒഴുകി. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഈ ജനം സത്യദൈവത്തെ തിരിച്ചറിയുവാൻ എന്റെ ദാസനായ എനിക്ക് ഉത്തരമരണമേ. കള്ളപ്രവചനങ്ങളിലൂടെ ദുരുപദേശങ്ങളിലൂടെ ക്രിസ്ത്യാനിത്വത്തെ ദുഷിപ്പിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പണത്തിനും വേണ്ടി ക്രിസ്തീയ മാർഗത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടും അധികാരത്തിനും പ്രശസ്തിക്കും വേണ്ടി ദൈവജനത്തെ ഭിന്നിപ്പിക്കുകയും എന്ത് പൈശാചികതയും പ്രവർത്തിക്കുകയും ചെയ്ത ആധുനിക ആഹാബുമാരെയും അവരുടെ കിങ്കന്മാരെയും തകർത്തുകൊണ്ട് സത്യാരാധനയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന ആധുനിക ഏലിയാവുമാർ എഴുന്നേൽക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സ്കിറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.